and welcome to Mitra Hospital, Kozhikode. I'm Dr. Michelle Johnny, Senior Consultant in the Department of Neurosurgery in this hospital. It is my privilege to invite you all to this unique occasion where we are launching the concept and actualization of head injury clinic in Mitra, Kozhikode. എത്രയോ കാലമായി നമ്മുടെ രാജ്യത്ത് പ്രതിവർഷം ഏതാണ്ട് 1 ലക്ഷം ആൾക്കാരെ ഇല്ലാതാക്കുകയും 10 മടങ്ങ് പേരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തലയ്ക്ക് പരിക്ക് പറ്റുന്ന കാര്യങ്ങൾ. തലയ്ക്കും നട്ടലിനും പരിക്ക് സംഭവിക്കുന്നതിന് പ്രധാനമായും സംഭവിക്കുന്നത് 20-നും 40-നും വയസ്സിനുള്ള ജനവിഭാഗത്തിലായതിനാൽ സമൂഹത്തിന് അത് വരുത്തി വയ്ക്കുന്ന ഇമോഷണൽ ആൻഡ് ഫൈനാൻഷ്യൽ സ്ട്രെയിൻ വളരെ വലുതാണ്. നമ്മുടെ നാട്ടിൽ തലയ്ക്കും നടുവിനും ഗുരുതരമായ പരിക്ക് സംഭവിക്കുന്ന 6-ൽ ഒരാൾ മരണപ്പെടുമ്പോൾ വികസിത രാജ്യങ്ങളിൽ ആ കണക്കുകൾ 200-ൽ 1 മാത്രമാണ്. കാരണം ഒന്ന് തന്നെയാണ്, ചികിത്സയിലെയും അനുബന്ധ കാര്യങ്ങളിലെയും പരിമിതികൾ തന്നെയാണ്. 90% മരണങ്ങളും സംഭവിക്കുന്നത് ആദ്യ മണിക്കൂറുകളിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ ഏറ്റവും നിർണായകമാകുന്നത് അതുകൊണ്ടാണ്. റോഡ് ആക്സിഡന്റ് തന്നെയാണ് പ്രധാന കാരണം. അതിൽ 2 വീലർ ആക്സിഡൻസ് ആണ് മെജോറിറ്റി ഡെത്തിനും കാരണമാകുന്നത്. കൃത്യമായ ചികിത്സ നൽകുവാൻ കഴിഞ്ഞാൽ കണക്കുകൾ പ്രകാരം മരണപ്പെടുന്ന രോഗികളിൽ ഇപ്പോഴും 30% വരെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താവുന്നതാണ്. തലയുടെയും സുഷുമ്നയുടെയും പരിക്ക് സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും അത് സംബന്ധമായ സംശയങ്ങൾക്കും പരിക്കുകൾക്കും മെച്ചപ്പെട്ടതായിട്ടുള്ള ചികിത്സയും ഓപ്പറേഷൻ, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അഡ്വൈസ്, ഗൈഡൻസ് എന്നിവയാണ് ഈ ക്ലിനിക് ലക്ഷ്യമിടുന്നത്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഒരു മൾട്ടിഫേസറ്റഡ് അപ്രോച്ച് വിത്ത് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഒപ്റ്റിമിസം, അതാണ് ഈ ക്ലിനിക്കിന്റെ ലക്ഷ്യം. കോഴിക്കോട് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ PK രാജുവാണ്. അദ്ദേഹത്തെ ഞാൻ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഈ ആരോഗ്യ പ്രശ്നവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഗവൺമെന്റ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും ഒരു പ്രചോദനമാണ്. Next, I invite our online chief guest, our newly elected mayor of Kozhikode, Dr. Beena Philip. We are thrilled to introduce this endeavor in her corporation limits and expects a wholehearted cooperation in bringing it up. Welcome, ma'am. I now invite our very supportive CEO, Dr. Mohankrishnan, to the function whose guidance and support led to the materialization of this concept. Next, I invite Dr. Ali Faisal, Director of Mitra, to this function, whose energy and constant encouragement was the main driving force in carrying this out. I invite Dr. K.S. Salam, our Chairman of Neurosciences, to the function. He requires no introduction, at the hem of neurosciences practice, and whose support helped us to branch out. Welcome, sir. I invite our department head, whose meticulous intervention at all phases of this project is a matter of admiration. Welcome, sir. I invite my colleague and medical superintendent, Dr. Anup Narendran, Dr. Akhil Mohandas, our new hand in neurosciences, to this function. Welcome. I invite everyone of this hospital, especially people from marketing, support staff, faculty of different departments, people online, offline, who is really committed to this cause. Again, I welcome you all to the launch. Thank you. I now request our CEO, Dr. Mohankrishnan, to open the event and share his message to our residents. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മുഖ്യ അതിഥിയായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ACP ശ്രീ PK രാജു, ന്യൂറോ സയൻസസിന്റെ ചെയർമാൻ ഡോക്ടർ K.S. Salam, head of the Department of Neurosurgery Dr. Shyam, Dr. Mishal, Dr. Anup, Dr. Akhil, and all the colleagues and friends. ഇത് മേത്രയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാഴികക്കല്ലാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന് രോഗ ചികിത്സ നൽകുന്നതോടൊപ്പം തന്നെ ഇതിന് വലിയൊരു സാമൂഹ്യ പ്രാധാന്യം കൂടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പേരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്കെല്ലാം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത്
ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇന്നവർ ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു എന്നതാണ് വലിയൊരു വസ്തുത. ആ വസ്തുത കണക്കിലെടുത്ത് ഇതൊരു വലിയൊരു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ പദ്ധതി എന്ന നിലയിൽ എടുത്തുകൊണ്ടാണ് നേത്ര ഹോസ്പിറ്റൽ ഈ ഹെഡ് ഇഞ്ചുറി ക്ലിനിക് എന്ന ഈ സംരംഭം ഇന്നിവിടെ തുടങ്ങി വയ്ക്കുന്നത്. ഒരു ഹെഡ് ഇഞ്ചുറി ക്ലിനിക് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികളുടെ സേവനം ആവശ്യമുള്ള ഒരു ക്ലിനിക്കാണ്. ന്യൂറോ സർജന്റെ മാത്രമല്ല, ന്യൂറോ സർജൻ, ന്യൂറോളജിസ്റ്റ്, അതുപോലെ തന്നെ ഒഫ്തൽമോളജി, ENT, ഡയറ്ററ്റിക്സ്, അങ്ങനെ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്യാട്രി, ഓൾ ദീസ് തിങ്സ് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ചികിത്സയിൽ അവർക്കെല്ലാം വളരെയധികം പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ചോട് കൂടി മാത്രമേ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് ഫലം പൂർണ്ണമായും കിട്ടുകയുള്ളൂ. ഈ ഒരു ക്ലിനിക്കിന്റെ പ്രത്യേകത ഇവിടെ ചികിത്സിക്കുക എന്ന് മാത്രമല്ല, ചികിത്സയ്ക്ക് ശേഷമുള്ള പുനരധിവാസം എന്ന് മാത്രമല്ല, ഹെഡ് ഇഞ്ചുറി എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതിന്റെ ബോധവൽക്കരണവും കൂടി ഈ ഒരു ക്ലിനിക്കിന്റെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനു വേണ്ട നടപടികൾ തീർച്ചയായും നമ്മുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൈകൾ കോർത്ത് ഭാവിയിലും ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഉപദേശവും സഹകരണവും ACP ശ്രീ രാജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരു ആശുപത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം എന്ന നിലയിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേരാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ഏത് പദ്ധതികളും ഏത് പ്രോഗ്രാമുകളും നമുക്കിതിൽ നടത്താവുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഹെഡ് ഇഞ്ചുറിയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ വരുന്നതാണ് ഹെൽമെറ്റിന്റെ ഉപയോഗം. ഹെൽമെറ്റിന്റെ ഉപയോഗം ശരിയായിട്ട് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ട്രാഫിക് വിഭാഗവും എല്ലാം എത്ര കണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതില് നമ്മുടെ ഈ ഒരു പദ്ധതിയിലൂടെ, ഈ ഒരു ക്ലിനിക്കിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ ബോധവൽക്കരണം നടത്താനും അവരെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് കവചത്തിലേക്ക് അതിന്റെ ഉപയോഗം അത് ദിനംപ്രതി നടപ്പിലാക്കുവാനായിട്ടുള്ള പ്രചോദനം നൽകുവാനും നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞങ്ങൾ ഇതിലൂടെ പ്രത്യാശിക്കുന്നത്. ഈ ഒരു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ ചെയ്യുവാനായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജു PK, അവർ ട്രാഫിക് ACP, തികച്ചും ഇതിന് അനുയോജ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അത് ട്രാഫിക് വകുപ്പിൻ്റെത് മാത്രമല്ല, ഒരുപാട് വിശിഷ്ട സേവാ മെഡലുകൾ വാങ്ങിയിട്ടുള്ള അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിൽ പങ്കുവഹിക്കാനുണ്ടെന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ ഇതിനോടുകൂടി അറിയിക്കുകയാണ്. ബിക്കോസ് യു ആർ ദി ആപ്റ്റ് പേഴ്സൺ ടു ഇനോഗ്രേറ്റ് ദിസ് പ്രോഗ്രാം. ഈ ഒരു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടുതൽ ഈ ചടങ്ങ്, ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയതായിട്ട് ആരംഭിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും കൂടുതൽ ആശംസകൾക്കായിട്ട് നമ്മുടെ നേത്ര ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അലി ഫൈസലിനെ ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. Good evening, respected Chief Guest of the Day, ACP Raju PK, respected CEO Monakrishnan, Professor Salam, the Chairman of Neurosciences, Dr. Shyam, Dr. Mishal, Dr. Anup, and the person who has newly joined, Dr. Akhil. First, congratulations to the team for venturing into an activity like this. I know for sure that this was in the pipeline. This is one of the dreams of the head of neurosurgery, Dr. Shyam Sundar. He has been talking about this for a long time, and by the grace of God, ultimately, this is coming to fruition today. And I also want to recognize the presence of our CFO who's sitting, who has been supporting all these activities in the hospital. Maitra Hospital, since the inception, has been trying to implement projects to improve the healthcare of people in this region, to save lives and make the quality of life of people in this region better. And in this endeavor, so many activities have been carried out, and this is one of the
new activities which has been driven by the neuro and neurosurgery team, which I can proudly say that they are one of the best as of now in the state, headed by Sham, and the neurosurgery headed by Sham. And regarding Professor Salam, I think he needs no introduction to the people around this region. As has been already mentioned by the CEO, I don't have to again repeat why this head injury clinic, because I just talked to Sham when he mentioned about this. The idea is not only not to have a head injury unit in an emergency department, which is already there, fully functional, along with the other specialities. This is also to make and support the recovery of patients who have already developed serious head injuries, which is a part of head injury which has been not properly taken care and neglected. I think it is very apt that this clinic has been inaugurated none other than the traffic ACP, Mr. Raju. Because going forward, I think we'll have to work together to support this activity and take it forward in Calicut city and Calicut district. So once again, I congratulate the neurosurgery team, Sham, Vishal, Anup, and the new person who has joined, and the whole team of neurosurgery, and wish them all the best. And I hope that this will save a lot of lives and make the life of people in this region much better. Thank you very much. Mr. Raju PK, to take the stage and share his wishes and thought on prevention and care of head injury, a low man's perspective. A few words about him. He hails from Kannur. He has received the Chief Minister's Meritorious Medal in 2015. He's also the recipient of the President's Police Medal in 2019. An exemplary police official with an impeccable record. Over to you, sir. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ മൈത്ര ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഡോക്ടർ അലി ഫൈസൽ, സിഇഒ ഡോക്ടർ മോഹൻകൃഷ്ണൻ സാർ, ന്യൂറോ സയൻസസ് ചെയർമാൻ ഡോക്ടർ സലാം സാർ, HOD ഡോക്ടർ ശ്യാം സുന്ദർ, സ്വാഗതം ആശംസിച്ച ഡോക്ടർ മിഷാൽ ജോഡി, മറ്റ് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ ആദരണീയരായ ഡോക്ടർമാരെ, ടീം മൈത്ര. ഇന്ന് ട്രാഫിക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. മൈത്ര പോലെയുള്ള ഒരു ഹോസ്പിറ്റലിലെ ന്യൂറോ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് പോലീസിനെ പ്രതിനിധീകരിച്ച്, പ്രത്യേകിച്ചും ട്രാഫിക് പോലീസിനെ പ്രതിനിധീകരിച്ച് എന്നെ വിളിച്ചതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഹെഡ് ഇഞ്ചുറിയും ട്രാഫിക് പോലീസുമായി വളരെയധികം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഏറ്റവും അധികം ഹെഡ് ഇഞ്ചുറി ഡോക്ടർമാർ കാണുന്നതിനേക്കാൾ കൂടുതൽ ആദ്യം പച്ചയായി കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ദിവസേന റോഡുകളിൽ കാണുന്ന ഹെഡ് ഇഞ്ചുറിയും മറ്റ് ഇഞ്ചുറിയും എല്ലാം, വാഹനാപകടത്തിൽ മൂലമുണ്ടാകുന്നതെല്ലാം ആദ്യം അറ്റൻഡ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടവർ ഞങ്ങളാണ്. 2019 റോഡ് അപകടങ്ങളിൽ ഇന്ത്യയിൽ മരിച്ചത് 1.5 ലക്ഷം പേരാണ്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് 4500 നമ്മുടെ കൊച്ചു കോഴിക്കോട് സിറ്റിയിലേക്ക് വരുമ്പോൾ അതിന്റെ എണ്ണം 2019 180 ആണ്. 2020 കണക്ക് വരുമ്പോൾ തീർച്ചയായും അത് പകുതിയായി കുറയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അത് മറ്റാരുടെയും ഒന്നുമല്ല, കൊറോണയുടെ ഫലമായിട്ടുണ്ടായ ലോക്ക്ഡൌണിന്റെ ഫലമാണ്. വാഹനങ്ങളൊന്നും ഓടാതിരുന്നത് കൊണ്ടാണ് 2020 അപകടങ്ങളും അപകട മരണങ്ങളും പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വർഷം 2021 വീണ്ടും 2019 കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാവാനാണ് സാധ്യത കാണുന്നത്. കാരണം ഇപ്പോൾ പൊതുഗതാഗത സംവിധാനങ്ങളൊന്നും തന്നെ ആർക്കും ഉപയോഗിക്കാതായി. ട്രെയിനും ബസ്സും പൊതുവെ ജനങ്ങൾ ഉപയോഗിക്കുന്നില്ല. കാറും ബൈക്കും ക്രമാതീതമായി പർച്ചേസ് ചെയ്യുകയും റോഡിൽ ഇപ്പോൾ ട്രാഫിക് തിരക്ക് അനുദിനം കൂടുകയാണ്. സ്കൂളുകൾ കൂടി തുറക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം
വലിയ രീതിയിൽ ബ്ലോക്കില്ലാതെ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വർഷം ടൂ വീലറുകളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നതിനാൽ ആക്സിഡന്റുകൾ കൂടാനാണ് എല്ലാ തരത്തിലും സാധ്യത കാണുന്നത്. ഈ 1.5 ലക്ഷം ആൾക്കാരിൽ മരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും 80% ആൾക്കാരും ഹെഡ് ഇഞ്ചുറി മൂലമാണ് മരണപ്പെടുന്നത്. മരണകാരണം അത് തന്നെയാണ്. അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഇരുചക്ര വാഹനക്കാരാണ്. 2ാം സ്ഥാനം കാൽനട യാത്രക്കാർ, 3ാം സ്ഥാനം സൈക്കിൾ യാത്രക്കാർ, 4ാം സ്ഥാനം മാത്രമേ മറ്റ് വാഹന യാത്രക്കാർക്ക് വരുന്നുള്ളൂ. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ശതമാനം ഹെഡ് ഇഞ്ചുറി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത് പോലീസ് കിണഞ്ഞ് പരിശ്രമിച്ചാലും പരിശ്രമത്തിന്റെ ഫലമായി വളരെ ഒരു പരിധി വരെ ഇത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളത്, ഹെൽമറ്റ് 95% കോഴിക്കോട് സിറ്റിയിൽ ധരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ചിൻ സ്ട്രാപ്പ് ഇടാതെയാണ് മിക്കവരും ധരിക്കുന്നത്. ഇത് ധരിക്കുന്നതിന്റെ പർപ്പസ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിന് വേണ്ടിയാണ് ഹെൽമെറ്റ് ധരിക്കുന്നത് എന്നാണ് അങ്ങനെയുള്ളവരുടെ ധാരണ. എത്രയൊക്കെ ആർക്കും അറിവില്ലാത്ത, കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും അറിവില്ലാത്തതല്ല വീഴ്ചയില് ടൂ വീലർ ഇരുചക്ര വാഹന യാത്രക്കാർ ആക്സിഡന്റ് ഉണ്ടായാൽ തലയടിച്ച് വീഴുമെന്നും തല റോഡാകുന്ന പാറയിലിടിക്കുമെന്നും ആർക്കും അറിവില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ അത് എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള അമിത വിശ്വാസം, ആത്മവിശ്വാസമാണ് ഇത്. അല്ലെ കെയർലെസ്നെസ് ആണ്, ധരിക്കാതിരിക്കുന്നവർ ഇനേർഷ്യയാണ്. ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങളാണ് കൊണ്ടാണ് ഇതൊക്കെ ധരിക്കാതിരിക്കുന്നതും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. എന്റെ കൂടെ തന്നെ മായനാട് ഞാൻ താമസിക്കുമ്പോൾ എന്റെ അപ്സ്റ്റെയറിൽ താമസിച്ചിരുന്നത് ഒരു ന്യൂറോ സർജനായ നിഖിൽ എന്റെ മേലെയാണ് താമസിച്ചിരുന്നത്. ആ ഒരു ഭാര്യ അവിടെ നിന്ന് ന്യൂറോ സർജറിക്ക് പഠിക്കുന്ന അവസരത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി പാലക്കാട് പോയി. അദ്ദേഹവും ഭാര്യയും കൂടി പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് അദ്ദേഹം പോലും മരിക്കുകയുണ്ടായി. 1.5 കോടി രൂപ ഈ ഇടയ്ക്ക് നഷ്ടപരിഹാരം വിധിച്ച ആ ഡോക്ടർ ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിച്ചവരാണ്. അപ്പൊ ഇതുപോലെയുള്ള എത്രയോ കുടുംബങ്ങളാണ് ഈ ഹെഡ് ഇഞ്ചുറി മൂലം, നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇത്തരം ഹെഡ് ഇഞ്ചുറികൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ കാര്യം എത്രയും പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ കിട്ടുക, അത് ഏറ്റവും അടുത്ത് കിട്ടുക. ടൈമിംഗ് ആണ് ഡോക്ടർമാരെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് തീർച്ചയായിട്ടും കോഴിക്കോട് ഇന്ന് ഈ അടുത്ത കാലം മുതൽ നമുക്ക് യാഥാർത്ഥ്യമാവുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മെയ്ത്ര ഹോസ്പിറ്റലിൽ എന്റെ ആരംഭ കാലഘട്ടം മുതൽ 2009 മുതൽ ഞാൻ കോഴിക്കോട് സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, വിവിധ പോസ്റ്റുകളിൽ. അപ്പൊ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഓരോവിധ പുരോഗതിയും ഞാനിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഇതിങ്ങനെ വളർന്നു വരുമ്പോൾ ഇത്രയും നല്ല ഒരു ഹോസ്പിറ്റലായി വരും എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇത് വളർന്ന് ഇത് പണി പൂർത്തിയായി മിടുമിടുക്കരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഏറ്റവും നല്ല കോഴിക്കോട്ടെ ഇന്ന് ഏറ്റവും നല്ല ആശുപത്രിയായി മെയ്ത്ര മാറിയിരിക്കുകയാണ്. അത് ഏറ്റവും ഞാൻ ഈ മാനേജ്മെന്റ് ടീമിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരുടെ ദീർഘവീക്ഷണം, അവരുടെ കാഴ്ചപ്പാട്, എല്ലാത്തിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത്രയും നല്ലൊരു ഹോസ്പിറ്റല് ഇന്നിവിടെ കോഴിക്കോട് ആയിരിക്കുകയാണ്. ഇനി ഇത് കേരളത്തിലെ നമ്പർ 1 ആശുപത്രിയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എന്റെ ഡ്രൈവർക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം ഡ്രൈവറുടെ അനുജന് ഒരു പ്രസ് വർക്ക് ചെയ്യുമ്പോൾ വീണിട്ട് അവന്റെ സുഷുമ്ന ഫെയറായി ഇവിടുത്തെ വിനോദ് ഡോക്ടറാണ് നോക്കിയത്. മുൻപ് അവന്റെ അനിയൻ എന്റെ ഡ്രൈവർക്ക് 2 അനുജന്മാരാണുള്ളത്. അതിലെ മുന്നത്തെ ഒരു അനുജനും 8 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ വീണ് സുഷുമ്ന പോയി 2 കാലിന് താഴെ പാരലൈസ്ഡ് ആയി. ഇത് 2ാമത്തെ അനുജനും ഇതുപോലെയായി. ഇവിടുത്തെ വിനോദ ഡോക്ടറാണ് നോക്കിയത്. എന്നാലും രക്ഷയിൽ കിട്ടി, ചികിത്സിച്ചിട്ട് നമുക്കത് ഭേദമാക്കാൻ പറ്റില്ല. അത് അത്രയും ഡാമേജ് ആയിപ്പോയ രക്ഷയില്ലല്ലോ. പിന്നീട് ഞാനത് റീഹാബിലിറ്റേഷന് ഞാൻ
വെല്ലൂരേക്ക് അയക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പല കാര്യങ്ങൾക്കും ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതിയുണ്ട്. അതിന് നമുക്ക് ഇല്ലാതാക്കണം. ഇനി കോഴിക്കോട് മീത്ര എന്ന് പറഞ്ഞാൽ ഇനി അത് ഈ കേരളത്തിലെ അവസാന വാക്കായിരിക്കണം. ഇനി ഒരു വെല്ലൂരിനെ പറ്റി ആൾക്കാർക്ക് ന്യൂറോ സുഷുമ്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വെല്ലൂരോ മറ്റേതെങ്കിലും ആശുപത്രിയെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരാത്ത രീതിയിൽ ഒരു മികവിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഈ മീത്ര ഹോസ്പിറ്റൽ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടുത്തെ ന്യൂറോ ടീമിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഇത് ഏറ്റവും നല്ല സെന്റർ ഓഫ് എക്സലൻസ് തന്നെ ആകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ ഹെഡ് ഇഞ്ചുറി ക്ലിനിക്ക് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പോലീസിന്റെ എല്ലാ സഹകരണങ്ങളും തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ട്രാഫിക് പോലീസ് ബോധവൽക്കരണ കാര്യങ്ങളും കർശനമായ നിയമ നടപ്പിലാക്കലും ഒക്കെ കൂടി കൊണ്ട് ഒരു പരിധി വരെ ആൾക്കാരെ ഹെഡ് ഇഞ്ചുറിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രിവെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർ ചികിത്സാപ്പെടാതെയും അശ്രദ്ധമായും വാഹനം ഓടിക്കുന്നവർ ഇതിന്റെ ഒന്നും തിക്തഫലത്തെ കുറിച്ച് മനസ്സിലാക്കാതെ ഞങ്ങൾ പറയുന്നതൊന്നും വേണ്ടത്ര രീതിയിൽ ഗ്രഹിക്കാതെ പോവുകയാണ്. ഇവിടെയാണ് ന്യൂറോ സയൻസിലെ ഡോക്ടർമാരുടെ ഞങ്ങളെ സഹായിക്കാനുള്ള പ്രസക്തി. നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഒന്നും കൂടി പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന റേഞ്ചിൽ നിന്ന് മാറി പ്രത്യേകമായ ഒരു അറിവ് അവർക്ക് ഇതിനകത്ത് കിട്ടാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ സുഷുമ്ന ഇഞ്ചുറി നമുക്ക് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സഹകരണത്തിനുള്ള വാഗ്ദാനം ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ എല്ലാവിധ സഹകരണവും തീർച്ചയായും മീത്രയ്ക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പു പറയുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിനും പോലീസിനെ എന്നെ ഒരു അഭിമാന മുഹൂർത്തമാക്കിയതിനും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your words of wisdom. We'll definitely strive to live up to your expectations. I think our mayor is having some connectivity issues. I think she may not be released right now. Moving on, I request our chairman of neurosciences, Dr. K.S. Salam, to deliver his message on this concept. Respected chief guest, Mr. Raju, CEO, my colleagues and friends. I think this is definitely a milestone in the history of Mitra and the Department of Neurosciences and Neurosurgery. Even though we are inaugurating this clinic today, it doesn't mean that we are not looking after head injury patients in this hospital. We have been doing it from the day one. Head injury patients are treated here very eminently by my neurosurgery colleagues. But now what the vision is that to have a comprehensive clinic where the patients are looked after, really looked after, arranged, and post-rehabilitation, they are looked after. That should be the idea. That is the idea of having this clinic, not just having a clinic and seeing the patient and let him go. We'll follow them up and see what they want. And as you said, the number of cases, maybe this year is a little less, but every year, every now and then we hear cases of head injury. Whereas in India is a dubious distinction of being one of the worst countries where head injuries are maximum. Kerala is not far behind. We know that a lot of accidents happen, and majority of the head injuries are due to accidents. So as you said, prevention is also our God. We are not only planning to have the clinic, but prevention is one arm of this clinic. That is what I think of. Yes. So I have great pleasure. I'm very happy today that the neurosurgery department have taken this initiative to have such a fantastic clinic operating in this hospital. I wish you all the best, and I assure you that I'll always be with you. All the support, whatever is possible from our side, will be there with you. All the best to you. Thank you, sir. Thank you very much. And I invite our chief neurosurgeon and head of the department,
Dr. Shyam Sundar to share his mind on the initiative. പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ, ACP സർ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, CEO മോനകൃഷ്ണൻ സർ, അലി സർ, സലാം സർ, റൂമിലും സൂമിലുമുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ തലച്ചോറിനെ ബാധിക്കുന്ന പരിക്കുകൾ, ആക്സിഡൻസ് കൂടുതലും ബാധിക്കുന്നത് ചെറുപ്പക്കാരെയാണ്. ഒരു 20-40s ചെറുപ്പക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നഷ്ടം വരുന്നത് അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിന് മാത്രമല്ല, സൊസൈറ്റി ആസ് എ ഹോൾ ആണ്. സൊസൈറ്റിക്ക് മൊത്തമായിട്ട് ബേർഡനാണ് ഒരാൾ പോകുന്നത്. കാരണം ഒരു പ്രൊഡക്റ്റീവ് മെമ്പറാണ് അപകടത്തിൽപ്പെടുന്നത്. അവരുടെ എംപ്ലോയ്മെന്റ് ഡേയ്സ് ആണ് പോകുന്നത്, അവരുടെ ഫിനാൻഷ്യൽസ് ഇതൊക്കെയാണ് പോകുന്നത്. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, കഴിയുന്നത്രയും ഫാസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക, കഴിയുന്നത്രയും പെട്ടെന്ന് അഗ്രസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അതെല്ലാം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആള് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് ലോങ് ടേം ഇഷ്യൂസ് വരുന്നത്, അതായത് ആഴ്ചകളും മാസങ്ങളും കൊണ്ടുവരുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിനെ മാനേജ് ചെയ്യുന്നതിൽ ഒരു ഹാഫസാഡ് രീതിയിലാണ് ഇപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് അതിനുവേണ്ടി നടക്കുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സ് വരാൻ തന്നെ കാരണം. ഇതെങ്ങനെ, കാരണം ചില ആൾക്കാർക്ക് ഫിസിയോതെറാപ്പി ഹെൽപ്പ് ആവശ്യമുണ്ട്, ചില ആൾക്കാർക്ക് റീഹാബിലിറ്റേഷൻ, ചില ആൾക്കാർക്ക് ഓക്കുപേഷണൽ തെറാപ്പി, ചില ആൾക്കാർക്ക് സ്പീച്ച് തെറാപ്പി, ചില ആൾക്കാർക്ക് ഡയറ്ററി കൗൺസിലിംഗ്, ചില ആൾക്കാർക്ക് ഇതെല്ലാത്തിന്റെ മിക്സ്. ഇതെല്ലാം കൂടി എങ്ങനെ ഏകോപിപ്പിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ ക്ലിനിക്ക് തുടങ്ങാനുള്ള ബേസിക്കലി ചിന്ത തുടങ്ങി തന്നെ അതിന്റെ പുറത്താണ്. അപ്പോൾ ഇതെങ്ങനെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് അവരെ കൂടെ ഒരു ബോർഡ് മീറ്റിംഗ് പോലെ നടത്തി ഒരു ബോർഡ് വെച്ച് തീരുമാനിച്ച് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾക്ക് ഈ പേഷ്യന്റ് ബെസ്റ്റ് വേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും പ്രതിനിധികൾ ഇരുന്നിട്ട് ഇന്ന ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഇന്നതാണ് ബെസ്റ്റ് വേ ടു ട്രീറ്റ്. അപ്പോൾ അഗ്രസീവായിട്ട് ഗ്രൂപ്പായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി ടു നോർമൽ ഓർ നിയർ നോർമൽ ലൈഫിലോട്ട് പുഷ് ചെയ്തെടുക്കുക, കഴിയുന്നത്രയും ഫാസ്റ്റ് ആയിട്ട് നിയർ നോർമൽ ലൈഫിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഈ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇൻവോൾവ് ആയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ന്യൂറോ സയൻസ്, ന്യൂറോളജി, ന്യൂറോ സയൻസ്, സർജറി ഉണ്ട്, ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ, ഓക്കുപേഷണൽ സ്പീച്ച് തെറാപ്പി, സൈക്കാട്രി, സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യന്റ് മാത്രമല്ല, ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ അതിനുവേണ്ടിയുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കും, ഇവരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. അതുപോലത്തെ ഡയറ്ററി കൗൺസിലിംഗ്, ഫുഡ് ഇൻടേക്ക്, ചില ആൾക്കാർ ബെഡ് റിട്ടേൺ ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് എങ്ങനെ കൊടുക്കും, പ്രോട്ടീൻസ്, അതെല്ലാം കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ അതിനൊരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കാം എന്നുള്ളത് പ്ലാനിങ് ആണ് ബേസിക്കലി ഇതിനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഈ ചില പേഷ്യൻസിന് അപകടം കഴിഞ്ഞ് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. തലയിൽ നീര് കെട്ടുക, അപസ്മാരം വരിക, അല്ലെങ്കിൽ മൂക്കിൽ കൂടെ തലച്ചോറിൽ ഫ്ലൂയിഡ് വരിക, അതൊക്കെ മാനേജ് ചെയ്തതിൽ ഏകോപിപ്പിക്കലും കൂടെ ട്രീറ്റ്മെന്റ് പാർട്ടാണ്. ട്രീറ്റ്മെന്റ് കൂടാതെ എഡ്യൂക്കേഷൻ ഓൺ ഹൗ ടു പ്രിവെന്റ്, അതും ഇതിന്റെ ഒരു പാർട്ടാണ്. സോ വിൽ ബി സ്റ്റാർട്ടിങ് ഓൺ എഡ്യൂക്കേഷണൽ വീഡിയോസ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ പോയി സെമിനാർസ് നടത്തുക, ആൾക്കാരെ പോയി മീറ്റ് ചെയ്ത് സംസാരിക്കുക, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഹെഡ് ഇഞ്ചുറി എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ട്രാഫിക് പോലീസുമായിട്ട് ചേർന്നിട്ട് ഇത് പ്രോഗ്രാംസ് ചെയ്യുക, ഇതെല്ലാം ഇതിന്റെ പാർട്ടായിട്ട് വരുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏകോപിപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കൂട്ടത്തിൽ തന്നെ പറയട്ടെ, ഇതിനെ വേണ്ടി സഹായിച്ച മാനേജ്മെന്റിന് വേണ്ടി വളരെയധികം നന്ദി പറയാണ്. സാറിനും അലി സാറിനൊക്കെ നന്ദി പറയുകയാണ്. ഐ ഹോപ്പ് ഇത് നല്ല രീതിയിൽ പോവും, പ്രൊസീഡ് ചെയ്യും, പേഷ്യൻസിന് നല്ല കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതെല്ലാം വരെ വെച്ചിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു വെരി മച്ച്. Hello everybody, this is Dr. Michelle Johnny, Senior Consultant, Department of Neurosurgery, Maitra Hospital. Neurosurgery മൈത്രയുടെ ഹെഡ് ഇഞ്ചറി ക്ലിനിക് എന്നുള്ളത് ഒരു നൂതന സംരംഭമാണ്. തലയ്ക്ക് പരിക്ക് പറ്റിയ രോഗികളുടെ ചികിത്സയെ സംബന്ധിച്ചുള്ള സാധാരണ ജനങ്ങളുടെ അനേകായിരം ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന രീതിയിലാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ആരെ കാണിക്കണം, ഏത് ഡോക്ടറെ സമീപിക്കണം, ഇതിൻ്റെ ചികിത്സ എന്താണ്, ചികിത്സിച്ചാലും മെച്ചപ്പെടുമോ, ഇതിന് ഓപ്പറേഷൻ ആവശ്യമുണ്ടോ, ഓപ്പറേഷന് റിസ്ക് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്താലും എത്രത്തോളം ശരിയാവും, ഇത്തരത്തിലുള്ള അനേകായിരം സംശയങ്ങൾ രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാവാറുണ്ട്. ഇവയ്ക്കൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ നൽകുവാനായിട്ടുള്ള ഒരു ഉദ്യമം ഉത്തര കേരളത്തിൽ ഇതുവരെ നിലവിലില്ല. ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പല സ്പെഷ്യാലിറ്റികളെയും ഏകോപിപ്പിച്ചുകൊണ്ട്
പ്രത്യേകിച്ചും ഫിസിയോതെറാപ്പി, ഡയറ്റ്, റേഡിയോളജി, സൈക്യാട്രി എന്നിങ്ങനെയുള്ള അനേകം സ്പെഷ്യാലിറ്റികൾ കോർത്തിണക്കിക്കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇത്തരം പരിക്കുകൾ പറ്റിയ ആൾക്കാരുടെ തുടർ ചികിത്സകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയും ഇൻഫർമേഷനും അഡ്വൈസും നൽകാനുള്ള ഒരു ശ്രമമാണ് ഈ ഹെഡ് ഇഞ്ചറി ക്ലിനിക്. അബോധാവസ്ഥയിലുള്ള രോഗികൾ ഉണരാൻ സാധ്യതയുണ്ട്. ഉണരാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? എന്തൊക്കെ ചികിത്സകൾ നൽകേണ്ടി വരും? അവർക്ക് എത്തരത്തിലുള്ള ഫിസിയോതെറാപ്പിയാണ് ആവശ്യമായി വരിക? അതിന് ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട കാര്യമുണ്ടോ? വീട്ടിലേക്ക് മാറ്റുവാൻ പറ്റുമോ? വീട്ടിലാണെങ്കിൽ എന്തൊക്കെ ഫിസിയോതെറാപ്പികൾ ചെയ്യാം? അവരുടെ ഭക്ഷണ രീതികളും അവർക്ക് ഉള്ള പോഷകാഹാരങ്ങളുടെ ഡയറ്ററി പ്ലാനും എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ആണെങ്കിൽ നടത്താം? ഇവയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അഡ്വൈസുകളും കാര്യങ്ങളും ഈ ക്ലിനിക്കിൽ ലഭ്യമായിരിക്കും. തലയ്ക്കും പരിക്കുള്ള രോഗികൾക്ക് ഏതു വിധേനയുള്ള മരുന്നുകളാണ് നൽകേണ്ടത്? എത്ര നാൾ നൽകണം? ഏതൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടത്? കഴിക്കുന്ന മരുന്നുകൾ പലതും ആവശ്യമുള്ളതാണോ അല്ലയോ എന്നിങ്ങനെയുള്ള പലവിധേനയുള്ള ചോദ്യങ്ങൾക്കും ഇവിടെ ഉത്തരം നൽകുന്നതാണ്. ചില കോംപ്ലക്സ് സിറ്റുവേഷനുകളുടെ ഉത്തരവും ഇത്തരം ക്ലിനിക്കുകളിൽ ലഭിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ചികിത്സിച്ചിട്ടും മെച്ചപ്പെടാത്ത കേസുകൾ, ഓപ്പറേഷൻ ചെയ്തിട്ടും ബോധം തെളിയാത്ത കേസുകൾ, ഇവയിലെല്ലാം എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? ഇനി മറ്റെന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആണോ? കൂടുതൽ ചികിത്സയുടെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണ് ലഭ്യമായിട്ടുള്ളത്? എന്താണ് ചെയ്യാനുള്ളത്? ഇത്തരം അനേകായിരം ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഹെഡ് ഇഞ്ചറി ക്ലിനിക്ക് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. ന്യൂറോ സർജറി മേത്രയുടെ നേതൃത്വത്തിൽ സൈക്യാട്രി, ഡയറ്റ്, റേഡിയോളജി എന്നിങ്ങനെയുള്ള പല സ്പെഷ്യാലിറ്റികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഈ നൂതന ചിന്താഗതിയിലേക്ക് ഏവർക്കും സ്വാഗതം. തലച്ചോറിന് ഇഞ്ചുറി പറ്റിയതിന് ശേഷം, ഹെഡ് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് രോഗികൾ നേരിടുന്നത്. ഇതിൽ പലതും ചികിത്സാർഹമാണ്. തലച്ചോറിന് ക്ഷതം പറ്റി ഉടനെ ഉണ്ടാകുന്ന ഡെലീറിയം മുതൽ കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷൻ, ഇല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നീ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത്. ഇതെല്ലാം ചികിത്സാർഹമാണ്. പലപ്പോഴും ഇത് അവഗണിക്കപ്പെടുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ തക്കതായ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ ഇവർക്ക് പൂർണ്ണമായിട്ടും മുഖ്യധാരയിലേക്ക് തിരിച്ചെത്താനും അംഗവൈകല്യങ്ങളിൽ കാരണമുണ്ടാകുന്ന പരിമിതികളെ എല്ലാം മറികടക്കാനുമുള്ളൊരു ബുദ്ധിമുട്ട് ഇവർക്ക് നേരിടേണ്ടി വരുന്നു. പലപ്പോഴും ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതികളിലൂടെ അവർക്ക് ഒരു സഹകരണവും കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതുകൊണ്ട് തന്നെ രോഗികളെ പരിചരിക്കുന്നവർക്ക്, ശുശ്രൂഷിക്കുന്നവർക്കും പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇവിടെ ഹെഡ് ഇഞ്ചുറി ക്ലിനിക്കിൽ നമ്മൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രോബ്ലംസിനും തത്തുല്യമായിട്ടുള്ള ഒരു പരിഗണന നൽകുന്നു. തലയ്ക്കോ മുറിവേറ്റ രോഗികളിൽ ചിലവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മൂക്കിൽ ട്യൂബ് ഇടാറാണ് പതിവ്. ഇതിൽ തന്നെ ചില രോഗികൾക്ക് കൂടുതൽ കാലത്തേക്ക് ട്യൂബ് ഇടേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ പെഗ് ട്യൂബ് ഇടാറാണ് പതിവ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് മാത്രമല്ല, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും എങ്ങനെ ശരീരഭാരം കുറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും കാലറി അടങ്ങിയതും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, അതും ഓരോ രോഗിയുടെ ആവശ്യകത അനുസരിച്ചിട്ട് ഭക്ഷണ ക്രമീകരണം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് ഏതൊക്കെ രീതിയിൽ ഭക്ഷണം കൊടുക്കാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ നൽകാം, അത് എങ്ങനെ പാചകം ചെയ്യണം, എത്ര അളവിൽ നമ്മൾ കൊടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലിനിക്കിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിന് ഫിസിയോതെറാപ്പിയിലൂടെ നല്ലൊരു മാറ്റമാണ് ഞങ്ങൾ കാണാറുള്ളത്. അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിൽ, അല്ലെങ്കിൽ മസിലുകളുടെ വീക്ക്നെസ്, അല്ലെങ്കിൽ ശാരീരിക തളർച്ച, കൈകാലുകളിൽ ഉണ്ടാവുന്ന കഠിനമായ വേദനയോ തരിപ്പോ, ഇതിനുമെല്ലാം ഫിസിയോതെറാപ്പിയിലൂടെ ആധുനിക രീതിയിലുണ്ടാവുന്ന ചികിത്സാ രീതികളും എക്സസൈസും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതിനു പുറമെ ചില പേഷ്യൻസിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ചെറിയ രീതിയിലുള്ള ഹോം എക്സസൈസിനുള്ള അഡ്വൈസും ഞങ്ങളിവിടെ നൽകി വരുന്നു. I now invite Dr. Akhil to deliver the word of thanks. Good evening to all.
our honorable guest, ACP Raju sir, and Mayor Dr. Beena Philip ma'am, though she couldn't be here today. I wholeheartedly thank you for giving us your valuable time, inaugurating and supporting this initiative. And our respected CEO Mohan sir, Director Ali Faisal sir, most respected Salam sir and Shyam Sundar sir, Dr. Michelle Johnny and Dr. Anup Narendran. It's my privilege to offer thanks to you all for being a part of this occasion. I also extend my thanks to all the participants of this meeting and all the departmental staff of Maitra, and we look forward to all your support for this venture in the future. And I thank the marketing team for arranging and coordinating this program well. I also thank the IT team and FNB team for all the supports provided. To sum up the initiative, I'll say that every brain injury is different, every outcome is unique, and we, the head injury clinic team at Maitra, are here to help the head injury victims get through this journey back to the normal lives with the best possible outcomes. Thank you.